റൊണാൾഡോ നസാരിയോ ബ്രസീലിൻ്റെ CBFൻ്റെ പ്രസിഡൻ്റായാൽ എന്തൊക്കെ അവസ്ഥ. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ കോച്ചായിട്ട് പെപ്പ് ഗാർഡിയോള വന്നാലും എന്തായിരിക്കും അവസ്ഥ. അതൊന്നും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ലോകോത്തര താരമാണ്, ഒരു ലെജൻഡാണ് CBFൻ്റെ തലപ്പത്ത് വരുന്നത് റൊണാൾഡോ നസാരിയോ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ന്യൂസ് പറയാൻ കാരണം അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്, റിപ്പോർട്ട് വരുന്നുണ്ട്. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ, CBFൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റൊണാൾഡോ നസാരിയോക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മത്സരത്തിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ പെപ്പ് ഗാർഡിയോളക്കായിരിക്കാം അദ്ദേഹത്തെ എത്തിക്കാനായിരിക്കാം ആദ്യത്തെ നീക്കം എന്നുള്ളത്. അങ്ങനെയുള്ള ഈ 1-2 റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ബ്രസീലിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ അത്തരം വലിയൊരു എക്സ്പീരിയൻസ് അല്ല നമുക്കൊക്കെ. എന്താണ് നമ്മൾ ബ്രസീലിൻ്റെ ഒരു മത്സരം കാണുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ബ്രസീലിൻ്റെ ഒരു മത്സരം കാണുമ്പോൾ നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് കിട്ടൽ, ഈ ഒരു സംഭവങ്ങളൊന്നും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ബ്രസീലിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നില്ല അല്ലേ. ബ്രസീൽ പറ്റണം മങ്ങിപ്പോയ മാതിരി ഏതൊക്കെ മത്സരങ്ങൾ ജയിക്കണു, ചിലത് തോൽക്കണു, ചിലത് സമനിലാവണു, അങ്ങനെ ഒരു ഗതിയില്ലാത്തൊരു പോക്ക് ഇങ്ങനെ പോകണു. സൂപ്പർ താരം നെയ്മർ ടീമിലില്ല, അത് വലിയൊരു കുറവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ നിലവിൽ ബ്രസീൽ ടീമിന് ആവശ്യമാണ്. അപ്പോൾ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊക്കെ റൊണാൾഡോ നേനെ എത്തിച്ചാൽ, അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ, പെപ്പ് ഗാർഡിയോളയെ കൂടി കോച്ചായി കൊണ്ടുവന്നാൽ മികച്ചൊരു ടീമിൻ്റെ ഒരു വാർത്തെടുപ്പിന് നല്ലൊരു തുടക്കമായിരിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അല്ലേ. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പെപ്പ് ഇപ്പോൾ നിലവിൽ സിറ്റിയുടെ പരിശീലകനാണ്. അദ്ദേഹം 2 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സിറ്റിയിൽ. അതിനുശേഷമൊക്കെ ബ്രസീലിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ തന്നെ ബ്രസീലിൻ്റെ നിരന്തരമായിട്ടുള്ള തോൽവി കണ്ട സമയത്തൊക്കെ അദ്ദേഹം ബ്രസീലിലേക്ക് എത്തുമെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സിറ്റിയുമായിട്ട് 2 വർഷത്തെ കരാർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഏതായാലും അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റൊണാൾഡോ നസാരിയോക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം മത്സരിച്ചേക്കാമെന്നും ആ ഒരു മത്സരത്തിൽ ജയിച്ചാൽ പെപ്പ് ഗാർഡിയോളയെ പരിശീലകനായി കൊണ്ടുവന്നേക്കാം, ബ്രസീലിൻ്റെ പരിശീലകനായിട്ട് കൊണ്ടുവന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്.